Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In this lecture, we will be discussing about recruitment, one of an important function of human resource management. Recruitment means search of the prospective employee to suit the job requirements as represented by job specification, a technique of job analysis. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാൻ പവർ പ്ലാനിങ്ങിനെ കുറിച്ച് പഠിച്ചിരുന്നു. എന്തായിരുന്നു മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്? ഒരു ഓർഗനൈസേഷൻ്റെ ഹ്യൂമൻ റിസോഴ്സ് ഒപ്റ്റിമം ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ നിലവിലുള്ള മാൻ പവർ കപ്പാസിറ്റീനെ മനസ്സിലാക്കി ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് കൂടെ മനസ്സിലാക്കിയതിന് ശേഷം അതിന് ആവശ്യകരമായ മാൻ പവറിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് എന്ത് സ്പെസിഫിക്കേഷൻ നമ്മൾ അനലൈസ് ചെയ്തതനുസരിച്ച് എന്ത് ജോബ് സ്പെസിഫിക്കേഷൻ ഉള്ള ആളെയാണോ വേണ്ടത് എന്നതിനനുസരിച്ച് ആ ഒരു കൃത്യമായിട്ടുള്ള എംപ്ലോയിനെ കണ്ടെത്തുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഇൻ സെലക്ഷൻ which makes the vacancy known to a large number of people and the opportunities that the organization offer. In response to this knowledge, potential applicants would write to the organization. അപ്പോൾ നമ്മളൊരു മാൻ പവർ പ്ലാനിങ്ങിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് സ്റ്റെപ്സിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ആദ്യമേ നമ്മുടെ കമ്പനിയുടെ മാൻ പവർ എത്രത്തോളം ഉണ്ട് എന്ന് അനലൈസ് ചെയ്യുക. അതിനുശേഷം ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സിനെയും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷം ഒരു ജോബ് സ്പെസിഫിക്കേഷൻ പ്രിപ്പയർ ചെയ്യും. അതിനനുസരിച്ചാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചേക്കുന്ന ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു വേക്കൻസിയാണ് നമ്മുടെ ഓർഗനൈസേഷൻ ഉള്ളത് എന്ന് പബ്ലിക്കിലേക്ക് അറിയിക്കുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എന്താണ് വേക്കൻസി, എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ, എന്ത് ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പബ്ലിക്കിലേക്ക് അറിയിക്കുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ്. ഇത്തരത്തിൽ അറിയുമ്പോൾ അതനുസരിച്ച് നമുക്ക് ആപ്ലിക്കൻസ് പല രീതിയിലുള്ള പ്രൊസ്പെക്റ്റീവ് ആപ്ലിക്കൻസിൽ നിന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇത്തരത്തിലാണ് നമ്മളൊരു കറക്റ്റ് എംപ്ലോയി നമ്മുടെ ജോബ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കറക്റ്റ് എംപ്ലോയിനെ സെലക്ട് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രൊസ്പെക്റ്റീവ് എംപ്ലോയീസ് and stimulating them to apply for jobs in the organization. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യകരമായ രീതിയിൽ ക്വാളിഫിക്കേഷനും സ്പെസിഫിക്കേഷനും ഉള്ള ഒരു എംപ്ലോയിനെ കണ്ടെത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അതായത് ഇന്ന പോലെ ഒരു വേക്കൻസി ഉണ്ട്, ഇന്നതൊക്കെയാണ് സ്പെസിഫിക്കേഷൻസ് എന്ന് പബ്ലിക്കിനെ അറിയിക്കണം. അതിലൂടെ പബ്ലിക്കിനെ നമ്മുടെ ആ ജോബ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യിക്കാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക. അതായത് ഇന്ന പോലെ ഒരു ഓഫറിംഗ് നമ്മുടെ കമ്പനിയിലുണ്ട് എന്ന് അവർ അറിയുമ്പോൾ അവരത് അപ്ലൈ ചെയ്യണം. അത്തരത്തിൽ ഒരു സ്റ്റിമുലേഷൻ പ്രോസസ്സ് കൂടെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജോബ് സ്പെസിഫിക്കേഷൻ പബ്ലിക്കിനെ അറിയിക്കുകയും പബ്ലിക്കിനെ നമ്മുടെ കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്യിക്കാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. Now let us go through the purpose and importance of recruitment. It attracts and encourages more and more candidates to apply in the organization. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെയാണ് നമ്മുടെ കമ്പനിയിൽ ഇന്ന പോലെ ഒരു വേക്കൻസി ഉണ്ടായിട്ടുണ്ട് എന്ന് പബ്ലിക് അറിയുന്നത്. അതിലൂടെ നമുക്ക് കൂടുതൽ ആപ്ലിക്കൻസിനെ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് ആവശ്യമായ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ തക്കതായ കുറേ കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് അപ്ലൈ ചെയ്യിക്കാനായിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. It creates a talent pool of candidates to enable the selection of best candidates for the organization. ഇത്തരത്തിലൊരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നമ്മളൊരു വേക്കൻസി ഉണ്ട് എന്ന് പബ്ലിക്കിനെ അറിയിക്കുമ്പോൾ നമുക്ക് ഒരു ഹ്യൂജ് ടാലന്റ് പൂൾ തന്നെ നമുക്ക് ആപ്ലിക്കൻസ് ആയിട്ട് വരാം. ഒരുപാട് ആൾക്കാർ നമുക്ക് അപ്ലൈ ചെയ്യും. ആ ഒരു ടാലന്റ് പൂളിൽ നിന്ന് നമുക്ക് ആവശ്യകരമായ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഒപ്റ്റിമം ലെവൽ ഓഫ് ടാലന്റിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വഴി ഹെൽപ്ഫുൾ ആണ്. It determines present and future requirements of the organization. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് മുമ്പേ തന്നെ ആ ഒരു ഓർഗനൈസേഷനിൽ പ്രസന്റ്ലി എത്ര റിക്വയർമെന്റ് ഉണ്ട്, ഫ്യൂച്ചറിൽ എത്ര റിക്വയർമെന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രസന്റ്ലി എത്ര റിക്വയർമെന്റ് ഉണ്ട്, ഫ്യൂച്ചറിൽ എത്ര റിക്വയർമെന്റ് ഉണ്ടാകും എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ് ഹെൽപ്പ് ചെയ്യും. It is the process which links the employers with the employees. ഒരു എംപ്ലോയറിനെ എംപ്ലോയിയുമായിട്ട് ലിങ്ക് ചെയ്യിക്കുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഇന്നതുപോലെ ഒരു ഓർഗനൈസേഷനിൽ ഒരു വേക്കൻസി ഉണ്ടാകുമ്പോൾ ഒരു എംപ്ലോയർ വേക്കൻസിയെ കുറിച്ച് പബ്ലിക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു എംപ്ലോയി ആ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുകയും അതുവഴി അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്.
It increases the pool of job candidates at minimum cost. നമുക്ക് മിനിമം കോസ്റ്റിൽ ഒരുപാട് കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ഒരു ഓഫറിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് കാൻഡിഡേറ്റ്സിനെ മിനിമം കോസ്റ്റിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. It helps to increase the success rate of selection process. ഇത്തരത്തിൽ നമുക്കൊരു ഹ്യൂജ് ആപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്നും നല്ലൊരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യകരമായ ഒരു ഒപ്റ്റിമം എംപ്ലോയിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വഴി ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നതിൽ സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. It helps to reduce job turnover. Job turnover ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോലിയിൽ നിന്നും വിട്ടുപോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വഴി എല്ലാ തരത്തിലും ക്വാളിഫൈഡും ഫ്യൂച്ചർ റിക്വയർമെന്റ്സും എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു ടേൺ ഓവർ റിഡ്യൂസ് ചെയ്യിക്കാനായിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. It helps to meet the organization's legal and social obligations regarding the composition of its workforce. ഒരു ഓർഗനൈസേഷന് ഇത്ര വർക്ക് ഫോഴ്സ് ഉണ്ടാകണം എന്നൊരു ലീഗൽ റിക്വയർമെന്റ് ഉണ്ടാവും, പിന്നീട് ആ സൊസൈറ്റിയുള്ള ഒരു ഒബ്ലിഗേഷനും ഉണ്ടാവും. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വഴി നമ്മുടെ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ഒരു വേക്കൻസി പബ്ലിക്കിലേക്ക് അറിയിക്കുകയും അത്തരത്തിൽ ഒരു ഓർഗനൈസേഷന്റെ ലീഗൽ പ്രോസസ്സ് അനുസരിച്ചും സോഷ്യൽ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യുന്ന രീതിയിലും ഒരു വർക്ക് ഫോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. Now let us look into the process of recruitment. Planning involves drafting a comprehensive job specification for the vacant position, outlining their major and minor responsibilities, the skills, experience and qualification needed, grade and level of pay, starting data, whether temporary or permanent, and mention of special condition if any to the job to be filled. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങിന്റെ അത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഒരു കോംപ്രിഹെൻസീവ് ജോബ് സ്പെസിഫിക്കേഷൻ ഡ്രാഫ്റ്റ് ചെയ്യുക. അതായത് എന്ത് തരത്തിലുള്ള ഒരു വേക്കൻസിയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കുന്നത്, ആ ഒരു ജോലി എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ മേജർ ആൻഡ് മൈനർ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ സ്കിൽ റിക്വയർമെന്റ്സ് ഉണ്ട്, എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം, എന്തായിരിക്കും അവരുടെ ലെവൽ ഓഫ് പേ, ഇത്തരത്തിൽ ഒരു കോംപ്രിഹെൻസീവ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ത് തരത്തിലുള്ള ജോബ് വേക്കൻസിയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പബ്ലിക്കിനെ അറിയിക്കാനായിട്ട് ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായ പ്ലാനിംഗ് സ്റ്റേജിൽ ചെയ്യുന്നത്. The next step involved is to devise a suitable strategy for recruiting the candidates in the organization. The strategic consideration would include the type of recruitment method, the geographical area to be considered for the search, source of recruitment and sequence of activities for recruitment. വൺസ് നമ്മൾ പ്ലാനിംഗ് സ്റ്റേജിന് ശേഷം ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ ഒരു വേക്കൻസിയെ കുറിച്ചുള്ള ഒരു ജോബ് സ്പെസിഫിക്കേഷൻ കാണിച്ചുള്ള ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സ്ട്രാറ്റജി, എന്ത് തരത്തിലുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്താണ് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യുകയാണ്. സ്ട്രാറ്റജി മീൻസ് എന്ത് ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ഏരിയയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റിന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്, ആ റിക്രൂട്ട്മെന്റ് അകത്ത് എന്തൊക്കെ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇത്തരത്തിൽ ഒരു റിക്രൂട്ട്മെന്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യാമെന്നുള്ള ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യുകയാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. After forming a strategy for recruitment, the next step is searching. Searching involves deciding internal or external sources. Sometimes both internal and external may be decided. ഒരു സ്ട്രാറ്റജി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്ത് സോഴ്സിൽ നിന്നാണ് നമ്മുടെ പ്രൊസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. രണ്ട് തരത്തിലാണ് സോഴ്സ് ഉള്ളത്, ഇന്റേണൽ സോഴ്സ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്. ഇന്റേണൽ സോഴ്സ് ഉദ്ദേശിക്കുന്നത് കമ്പനിക്ക് അകത്ത് നിന്നുള്ള സോഴ്സസ്, എക്സ്റ്റേണൽ മീൻസ് ഔട്ട്സൈഡ് ദി കമ്പനി. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എവിടെ നിന്നാണ് നമ്മുടെ റിക്രൂട്ട്മെന്റ് ആവശ്യമുള്ള പ്രൊസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. Screening is the next step. Job specification is invaluable in this regards. Screening is done on the basis of qualification, knowledge, skills, abilities, interest and experience mentioned in job specification. ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്ക്രീനിങ് ആണ്. സ്ക്രീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആപ്ലിക്കേഷൻസ് വന്നു തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഒരു ജോബ് വേക്കൻസിയെ കുറിച്ച് നമ്മൾ പ്രൊസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ അറിയിച്ചു, അവരതിന് വേണ്ടി അപ്ലൈ ചെയ്യും. നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും. ഈ ആപ്ലിക്കേഷൻസിൽ നിന്ന് നമുക്ക് സൂട്ടബിൾ എന്ന് തോന്നുന്നത് സെലക്ട് ചെയ്യണം. ഇതാണ് സ്ക്രീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ജോബ് സ്പെസിഫിക്കേഷൻ
ഫുള്ളി മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, നമ്മൾ ആ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ, നോളജ് ഉണ്ടോ, സ്കിൽസ് ഉണ്ടോ, ഇൻട്രസ്റ്റ് ഉണ്ടോ, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട്. Evaluation and control in recruitment is needed as considerable cost is involved in the process. ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ എന്ന പ്രോസസ്സ് നമ്മൾ റിക്രൂട്ട്മെന്റ് അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ കോസ്റ്റ് ഇൻക്വയർ ചെയ്യുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാനും അത് പ്രൊസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സിനെ അറിയിക്കാനും പിന്നീട് ഒരു പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യാനുമെല്ലാം നമുക്കൊരു കൺസിഡറബിൾ കോസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ കോസ്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൽ ഉദ്ദേശിക്കുന്നത്. ദിസ് ഇൻക്ലൂഡ്സ് salary for the recruiters, cost of time spent for preparing job analysis, advertisement, etc., administrative expenses, cost of outsourcing or overtime while vacancy remain unfilled, and cost incurred in recruiting unsuitable candidates. ഇത്തരത്തിൽ ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ചെലവുകൾ, ഒരു റിക്രൂട്ടറിന് കൊടുക്കേണ്ട സാലറി, പിന്നീട് ആ ഒരു ജോബ് സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ജോബ് അനലൈസിസ് ഒക്കെ നടത്താൻ, അഡ്വർടൈസ്മെന്റ് നടത്താനുള്ള കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, പിന്നീട് ഇത്തരത്തിലുള്ള ഒരു വേക്കൻസി ഫില്ല് ചെയ്യാത്ത സമയത്ത് മറ്റ് ആൾക്കാർ ഓവർ ടൈം ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ്, പിന്നീട് ഇത്തരത്തിലുള്ള ഒരു റിക്രൂട്ട്മെന്റ് കാൻഡിഡേറ്റിനെ അൺസ്യൂട്ടബിൾ ആയിട്ട് വരികയാണെങ്കിൽ, നമ്മൾ സെലക്ട് ചെയ്യുന്നൊരു കാൻഡിഡേറ്റ് അൺസ്യൂട്ടബിൾ ആയിട്ട് വരികയാണെങ്കിൽ അതും നമുക്കൊരു കോസ്റ്റ് ആണല്ലേ. ഇത്തരം പ്രോസസ്സ് കണ്ടക്ട് ചെയ്തിട്ടും സ്യൂട്ടബിൾ ആകുന്നില്ല എന്ന് പറഞ്ഞാൽ അതും നമുക്കൊരു ചിലവാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിലവുകളെല്ലാം ഇവാലുവേറ്റ് ചെയ്യാൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും കൂടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് പ്ലാനിങ്. നമ്മൾ എത്രത്തിലാണ് ഒരു ജോബ് വേക്കൻസി എന്ന് പ്ലാൻ ചെയ്ത് ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക, പിന്നീട് ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യുക, എത്തരത്തിലുള്ള ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, സ്ട്രാറ്റജി ഫോം ചെയ്യുക, സെർച്ചിങ് ഇന്റേണൽ ആണോ എക്സ്റ്റേണൽ ആണോ സോഴ്സ് യൂസ് ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുക, സ്ക്രീനിങ് വൺസ് ആപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനെ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് സ്ക്രീൻ ചെയ്യുക, ആൻഡ് ഫൈനലി കോസ്റ്റ്, ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന കോസ്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ഇത്രയുമാണ് ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന സ്റ്റെപ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിക്രൂട്ട്മെന്റ് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്തത്. ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന ജോബ് വേക്കൻസിയെക്കുറിച്ച് പബ്ലിക്കിൽ അറിയിക്കുകയും അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കുകയും അതിൽ നിന്നും പ്രൊസ്പെക്റ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് കണ്ടു, ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റിനെ കുറിച്ച് പഠിച്ചു, ആൻഡ് പ്രോസസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്താണെന്നും കണ്ടു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്യുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.